ചാവക്കാട് തീരത്ത് കപ്പൽ ബോട്ടിലിടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. പൊന്നാനിയിൽ നിന്ന് മീൻ പിടിക്കാൻ പുറപ്പെട്ട ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികളായ ഗഫൂർ, സലാം എന്നിവരാണ് മരിച്ചത്. കവരത്തിയിൽ നിന്ന് ബേപ്പൂരിലേക്ക് സഞ്ചരിച്ച സാഗർ യുവരാജ് എന്ന കപ്പലാണ് അപകടമുണ്ടാക്കിയത്. കൂട്ടിയിടിയിൽ ബോട്ട് 2 പിളർന്നു. പരിക്കേറ്റ 4 മത്സ്യത്തൊഴിലാളികളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബോട്ടിലൊരു പൊളിയോടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഡൗട്ട് കാരണം അത് കെട്ടിവലിച്ച് നിർത്തിയപ്പോ അണിയത്തെ കള്ളിയിൽ ആള് കിടക്കുന്നുണ്ട്. റോപ്പൊക്കെ ചുറ്റി കിടക്കാതായിരുന്നു. അപ്പൊ കണ്ടപ്പോ ഞങ്ങള് ബോട്ടിൽ 3-4 പേര് 5 പേര് കൂടിങ്ങാട്ട് ചാടിങ്ങാട്ട് രക്ഷാപ്രവർത്തനം നടത്തി. ബോട്ടിന്റെ ഒരു പൊളിയോടെ ഉണ്ടായിരുന്നു. സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സമീർ, ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചത്? മരണമുണ്ടായിട്ടുണ്ട്, പരിക്കേറ്റ ചിലർ ചികിത്സയിലാണ്. നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സമീർ? തൃശൂർ ചാവക്കാടാണ് കപ്പൽ ബോട്ടിലിടിച്ച് അപകടമുണ്ടായത്. 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട്. പൊന്നാനിയിൽ നിന്ന് മീൻ പിടിക്കാൻ പുറപ്പെട്ട ബോട്ടാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളായ ഗഫൂർ, സലാം എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്. കവരത്തിയിൽ നിന്ന് ബേപ്പൂരിലേക്ക് വരികയായിരുന്ന സാഗർ യുവരാജ് എന്ന കപ്പലാണ് ബോട്ടിലേക്ക് ഇടിച്ചത്. ബോട്ട് ഈ ഇടിയിൽ അതിന്റെ ആഘാതത്തിൽ 2 പിളർന്നു. 4 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കുമുണ്ട്. മത്സ്യത്തൊഴിലാളിയുടെ പ്രതികരണമാണ് നമ്മൾ അറിയില്ല. ഒരു വന്ന് ഞങ്ങൾ സ്രാങ്ക് ബനാനായിരുന്നത്. നമ്മളെ പൊട്ടിത്തെ മെയിൻ സ്രാങ്ക് അല്ല, വേറൊരാളാണായിരുന്നത്. അപ്പോൾ അവന് പോയി സ്രാങ്കിനോട് പറഞ്ഞു ഇങ്ങനെ കപ്പൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ്. കപ്പൽ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് പറഞ്ഞ് ആ കരകൊണ്ട് ഒതുങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ എണീച്ചിട്ട് കരക്കൊതുക്കിയതാണ്. ഒതുക്കുമ്പോഴത്തേന് ഇത് ഞങ്ങളപ്പോൾ ഒരു പറയടാ കപ്പൽ വരുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ എണീക്കലും വന്നിടിക്കലും കഴിഞ്ഞ് എണീച്ചിട്ടുള്ളൂ. എണീക്കുമ്പോഴത്തേന് ഇത് ഭയങ്കര വരുത്താൻ വന്നത്. വന്ന് ഇടിച്ചെടുക്കുന്ന ചെതറിപ്പോയി. ബോട്ട് 2 പൊടിയായി പോയി. അതിൽ 6 ആളും 6 ഭാഗത്തേക്ക്. അവിടുന്ന് 2 ചില മണിക്കൂർ ഞങ്ങൾ കടലിൽ തമ്മയിൽ ഇങ്ങനെ ഓരോരുത്തരെ വെടിവെട്ട് ഞങ്ങൾ ഒരു പല കിട്ടി. അതുമ്പോൾ ഞങ്ങൾ 4 പേരും പിടിച്ചു നിന്ന്. പിന്നെ മറ്റൊരു 2 പേരെ ഞങ്ങൾക്ക് വിളിക്കാൻ ഇത് രക്ഷിക്കാൻ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ തന്നെ ആകെ ടൈഡായി പോയി. അപ്പോൾ കൂറ്റി അങ്ങനെ 2 മണിക്കൂറിൻ്റെ ശേഷം പിന്നെ ഞങ്ങളെ സൗണ്ട് കേട്ടതിൻ്റെ ശേഷം ഒരു കപ്പലിക്കാർ വീണ്ടും തിരിച്ചു വന്നതിൻ്റെ ശേഷം ഞങ്ങളെ സൗണ്ട് വലിയ കേട്ടതിൻ്റെ ശേഷം ഒരു ചർച്ച ഇതൊക്കെ ലേറ്റ് അടിച്ചു. എന്നിട്ട് ഇവര് കപ്പലുകാര് വന്ന് രക്ഷിച്ചു. കപ്പലിക്കാരനെ വന്നിട്ട് ഞങ്ങളെ രക്ഷിച്ചു. കപ്പലിക്കാർ വന്ന് ഞങ്ങളെ സൗണ്ടും ഇതിൻ്റെ വെട്ടം കണ്ടപ്പോൾ കപ്പലിക്കാർ വന്നിട്ട് അവർ ചർച്ച ചെയ്ത് ഒരിക്കൽ ഒച്ചയായിട്ട് ഞങ്ങളെ 3 വോയിസ് ചൂടടിക്കണ കേട്ടവർ. അപ്പോൾ അതിൻ്റെ ഒരു ടോർച്ച് അടിച്ചപ്പോൾ ചെറിയൊരു വെട്ടം കണ്ട് ഞങ്ങൾ 4 കൂടി ഈ പലമ നിൽക്കണം. ആ വെട്ടം പിടിച്ചവർ വന്ന് ഇതിറക്കി, മറ്റേ ബോട്ടിറക്കി. കപ്പലിക്കാർ ബോട്ടിറക്കിയിട്ട് അവർ വന്നിട്ട് ഞങ്ങളെ രക്ഷിച്ച് 4 പേരെ രക്ഷിച്ച്. 2 പേരെ അപ്പം നോക്കിയിട്ടും കണ്ടില്ല. 2 പേരെ നോക്കാനുള്ള സാഹചര്യം. കാരണം അപ്പം അതിന് കടലിൽ നല്ല മഴ കാറ്റും ഉണ്ടായിരുന്നു. ചാവക്കാട് അപകടത്തിൽപ്പെട്ട ബോട്ടിൽ ഉണ്ടായിരുന്ന ഒരു മത്സ്യത്തൊഴിലാളിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന് വിവരിക്കുകയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് കപ്പൽ വന്ന് ബോട്ടിലേക്ക് ഇടിച്ചു. സ്രാങ്ക് ഈ വിവരം അറിയുമ്പോഴേക്കും, അത് തിരിച്ചറിയുമ്പോഴേക്കും ബോട്ട് വന്ന് ഇടി നടന്നു കഴിഞ്ഞിരുന്നു. കപ്പൽ വന്ന് ഇടിച്ചിരുന്നു. ബോട്ട് 2 പിളർന്നു. 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട്. ഏതാനും പേർ ഇപ്പോൾ ചികിത്സയിലാണ്. സമീർ ബിൻ കരീം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങളുമായി. സമീർ, ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? മരണം സംഭവിച്ചിട്ടുണ്ട്, ഏതാനും പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബോട്ട് കപ്പൽ വന്ന് ഇടിച്ചപ്പോൾ 2 പിളർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്നലെ രാത്രി 1 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. പൊന്നാനിയിൽ നിന്നും ഇസ്ലാഹി എന്ന് പറയുന്ന ഒരു മത്സ്യബന്ധന ബോട്ട് കടലിലേക്ക് മത്സ്യബന്ധനത്തിന് വേണ്ടി 6 പേരായിരുന്നു ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ ബോട്ട് ഏതാനും നോട്ടിക്കൽ മൈൽ അകലെ എത്തിയ സമയത്താണ് അപ്രതീക്ഷിതമായി ഒരു കപ്പൽ വന്ന് ഈ ബോട്ടിനെ ഇടിക്കുകയും ബോട്ട് 2 പിളരുന്ന ഒരു ഘട്ടം ഉണ്ടായത് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. സാഗർ യുവരാജ് എന്ന ലക്ഷദ്വീപിൽ നിന്നും ബേപ്പൂരിലേക്ക് പോവുകയായിരുന്ന കപ്പലാണ് ഇത്തരത്തിൽ ഇടിക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് 2 പിളർന്നു. മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ കടലിലേക്ക് തെറിച്ചു വീഴുന്ന ഒരു ഘട്ടമുണ്ടായി. ആദ്യം 4 മത്സ്യത്തൊഴിലാളികളെ കപ്പലിലുള്ള ജീവനക്കാർ രക്ഷപ്പെടുത്തി. എന്നാൽ മറ്റു 2 പേരെ രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു ഘട്ടമുണ്ടായി. ഇവർ ഈ ബോട്ടിൽ ഈ 2 പിളർന്ന ബോട്ടിന്റെ അടിയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ മറ്റു മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും എത്തി ഈ പുറത്തെടുത്ത ആയപ്പോഴേക്ക് മരിച്ചിരുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. പൊന്നാനി സ്വദേശികളായിരിക്കുന്ന ഗഫൂർ, സലാം എന്നീ 2 പേരാണ് ഇത്തരത്തിൽ ബോട്ടിന്റെ ഈ അപകടത്തിൽപ്പെട്ട ബോട്ടിന്റെ അകത്തപ്പെട്ടുകൊണ്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെയോട് കൂടി മാത്രമാണ് ഇവരെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ രാത്രി സമീർ, ഇപ്പോൾ ചികിത്സയിലിരിക്കുന്ന ആളുകൾ അവരുടെ അവസ്ഥ അപകടമല്ലല്ലോ അല്ലെ? അപകടത്തിലല്ലോ അല്ലെ?
നിലവിൽ രക്ഷപ്പെട്ടവരുടെ അവസ്ഥ നിലവിൽ അവർ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഈ രണ്ടുപേർക്ക് മാത്രമാണ് ഈ ബോട്ടിന് താഴെ അകപ്പെട്ടത് കൊണ്ട് മരണം സംഭവിച്ചിരിക്കുന്നത്. ശരി, കപ്പലിടിച്ചാണ് അപകടം ഉണ്ടായത്. ബോട്ട് രണ്ടായി പിളർന്നു പോയി. അതിൽ പൊന്നാനി സ്വദേശികളായ ഗഫൂർ, സലാം എന്നീ 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. ഏതാനും പേർ ഇപ്പോൾ ചികിത്സയിലാണ്. പക്ഷേ അവരുടെ ആരോഗ്യനില അപകട നില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്.